ഇതേപോലെയുള്ള ടെക്സ്റ്റ് ഇഫക്റ്റുകൾ കൈൻമാസ്റ്ററിൽ മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് അമർത്തുക. ആവശ്യമായ സ്ക്രീൻ സൈസ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്കൊരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന സ്ക്രീനിൽ ഇമേജ് അസറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിലേത് കളർ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. തൽക്കാലം നമുക്ക് ഈ ഗ്രേ കളർ തിരഞ്ഞെടുക്കാം. അത് ആവശ്യത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുക. ലേയേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പണായി വരുന്ന ടെക്സ്റ്റ് എന്നുള്ളത് അമർത്തുക. ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ അമർത്തുക. ഈ ഇടതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ അമർത്തി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഡ്യൂപ്ലിക്കേറ്റ് അമർത്തുക. ഇപ്പോൾ നമുക്കിവിടെ ബർത്ത്ഡേയുടെ 2 ലെയർ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലെയർ സെലക്ട് ചെയ്ത് അതിലെ ബർത്ത്ഡേ എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ അമർത്തുക. വീണ്ടും അടുത്ത ലെയർ സെലക്ട് ചെയ്ത് അതിലുള്ള ഹാപ്പി എന്നുള്ളതും ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 2 ലെയർ കിട്ടി. ഒന്നിൽ ഹാപ്പിയും ഒന്ന് ബർത്ത്ഡേയും. നമുക്ക് വലിപ്പം കൂട്ടാം. ടെക്സ്റ്റ് ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ടിൻ്റെ കളറിൽ അമർത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരും. നമ്മൾ ഗ്രീൻ 100% ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഹാപ്പിക്കും ഗ്രീൻ കളർ സെലക്ട് ചെയ്ത് എടുക്കുക. ഇമേജ് അസറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് ഒരു കളറിൻ്റെ ഓപ്ഷൻ വരും. അവിടെ അമർത്തി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വരും. അതിൽ നിന്ന് നമ്മൾ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ അമർത്തുക. ഓക്കെ അമർത്തി കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ബോക്സ് കാണാവുന്നതാണ്. ആ ബോക്സിൽ അമർത്തി കഴിഞ്ഞാൽ ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് ലെയർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൻ്റെ ഒരു ലെയർ വന്നിട്ടുണ്ട്. ഈ ലെയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ഹാപ്പിയും അതേപോലെ തന്നെ ബർത്ത്ഡേയും ഡിലീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇമേജ് അസറ്റിൻ്റെ അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അത് ഞാനിപ്പോൾ മഞ്ഞയാക്കി മാറ്റിയിരിക്കുകയാണ്. മഞ്ഞ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ലെയർ നമുക്ക് ആവശ്യമനുസരിച്ച് വലിപ്പം കൂട്ടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങ് താഴോട്ടൊരു ഓപ്ഷൻ വരും. അതിൽ ക്രോമാക്കി സെലക്ട് ചെയ്യുക. ക്രോമാക്കി ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പച്ച നിറമെല്ലാം പോയി ആ ഭാഗം ബ്ലാങ്ക് ആയി വരുന്നതാണ്. ക്രോമാക്കി അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ആ കറക്റ്റ് പച്ച നിറമെല്ലാം കളയുക. ഇനി നമുക്ക് തൽക്കാലം ഇത് ആവശ്യമില്ല. നമ്മളതിനെ മിനിമൈസ് ചെയ്ത് സ്ക്രീനിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ അമർത്തുക. സ്റ്റിക്കേഴ്സ് എന്നുള്ളതിൽ അമർത്തി കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് താഴോട്ട് വരും. അതിൽ നമ്മൾ ലൈറ്റ്നിങ് ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇഫക്റ്റ് കിട്ടുന്നതാണ്. ഇത് നിങ്ങളുടെ ഫോണിൽ സേവ് ആയിട്ടില്ലെങ്കിൽ നെറ്റ് ഓണാക്കിയതിന് ശേഷം ഈ സിമ്പിൾ അമർത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇത് നമ്മൾ താഴോട്ട് ഈ ഒരു സിമ്പിൾ കാണാവുന്നതാണ്. അതിൽ അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ്നിങ് ഇഫക്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡാക്കിയ ഈ ലൈറ്റ്നിങ് ഇഫക്റ്റ് അല്പം വലുതാക്കിയതിന് ശേഷം താഴോട്ട് നീക്കുക. അതിനുശേഷം വീണ്ടും അത് സെലക്ട് ചെയ്യുക. ഇടതുവശത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഡ്യൂപ്ലിക്കേറ്റ് അമർത്തുക. ഇങ്ങനെ നമുക്ക് 3 ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും 4ാമത്തെ ഡ്യൂപ്ലിക്കേറ്റും കൂടി നമ്മൾ എടുക്കുക. 4ാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയി തിരിച്ച് ഒരു സൈഡിലേക്ക് നീക്കി കൊണ്ടുവന്ന് അത് സൂം ചെയ്യുക. നന്നായി സൂം ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ അമർത്തുക. വീണ്ടും നമ്മൾ 3 ഡോട്ടിൽ അമർത്തി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുക. അത് അല്പം നീക്കി സ്ക്രീനിൻ്റെ ഇടതുവശത്തേക്ക് ചേർത്ത് വയ്ക്കുക. ഈ ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കുക. മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേയുടെ ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അത് സൂം ചെയ്ത് സ്ക്രീൻ മുഴുവൻ ഫിറ്റ് ചെയ്യുന്ന വിധത്തിലാക്കുക. ഇടതുവശത്തുള്ള ഈ 3 ഡോട്ടിൽ അമർത്തുക. 3 ഡോട്ടിൽ അമർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെനു വരും. അതിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു ലെയർ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇഫക്റ്റ് കിട്ടുന്നതാണ്.